നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ 13-ാം തീയതി, അതായത് വ്യാഴാഴ്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താ മാധ്യമങ്ങളെ കണ്ടു അല്ലേ? ബുധനാഴ്ചയാണ് കാണാറുള്ളത്. അതുപോലും ഞാനിത് പറയുമ്പോൾ ഒരു ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പറയാം കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മെയ് 18 അധികാരത്തിലേറിയതിനു ശേഷം ബുധനാഴ്ച ദിവസങ്ങളാണ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? ബുധനാഴ്ചയാണ് ക്യാബിനറ്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്. ആ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് ബുധനാഴ്ച വാർത്താ മാധ്യമങ്ങളെ കണ്ട് എന്താണ് മീറ്റിംഗ്, ഈ ക്യാബിനറ്റ് തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം ബ്രീഫ് ചെയ്യും. അതിനുശേഷം മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നൽകും, അദ്ദേഹം മറുപടി പറയും. അപ്പോൾ അത് ബുധനാഴ്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലെ ഈ 13-ാം തീയതി, അതായത് ബുധനാഴ്ച ഈ പറയുന്ന മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. 12-ാം തീയതി ബുധനാഴ്ച ആ മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അതിനു പകരം വ്യാഴാഴ്ചയാണ് ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടായതും അദ്ദേഹം വാർത്താ മാധ്യമങ്ങളെ കണ്ടതും. അപ്പോൾ ബുധനാഴ്ച വാർത്താ സമ്മേളനം നടക്കാതെ വന്നപ്പോൾ ഈ കൃമികീടങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് സതീശനെ ട്രോളാൻ ഇറങ്ങിയിരുന്നു. വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു, 5 കൊല്ലം വാർത്താ സമ്മേളനം നടത്തുമെന്ന്, അങ്ങനെ ഇങ്ങനെ ആനയാ തേനയാ എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം എന്താണ്? ബുധനാഴ്ച കർക്കിടക വാവായിരുന്നു, അതിൻ്റെ ഒരു പൊതു അവധി ഉണ്ടായിരുന്നു. പോരാത്തതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ബലിയിടാനൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഈ പൊതു അവധി ഉള്ളതുകൊണ്ടും ഒക്കെയാണ് ബുധനാഴ്ച ക്യാബിനറ്റ് മീറ്റിംഗ് ഇല്ലാതിരുന്നതും അതുപോലെ തന്നെ ഈ പറയുന്ന വാർത്താ സമ്മേളനം ഇല്ലാതിരുന്നതും. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത കൃമികീടങ്ങളായിട്ട് കുറേ എണ്ണം നമ്മുടെ നാട്ടിലുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കാണുകയാണല്ലോ. അപ്പം ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് മറ്റൊന്നുമല്ല, ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി മാത്രമല്ല, ഇപ്പം തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കാണുന്ന ചില കാഴ്ചകളുണ്ട്. എന്താണ്? പിണറായി വിജയൻ കേരളത്തിൽ ഈ തെരുവ് പട്ടി അലയും പോലെ ഇങ്ങനെ തെരുവുകളിലൂടെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മൂപ്പർക്ക് സ്റ്റെപ്പ് കയറുന്നതിനും പ്രശ്നമില്ല, മറ്റേത് ബസ്സിൻ്റെ 2 പടി കയറാൻ കഴിഞ്ഞിട്ടാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ടാക്കിയത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ഒരു 100 സ്റ്റെപ്പ് മൂപ്പർക്ക് കയറാം, അവർ കുഴപ്പമില്ല. നടക്കുന്നതിന് കുഴപ്പമില്ല, ഇരിക്കുന്നതിന് കുഴപ്പമില്ല, തൂറുന്നതിന് കുഴപ്പമില്ല. സ്വിമ്മിങ് പൂള് വേണ്ട, ഒലക്കയും വേണ്ട അല്ലേ? അധികാരത്തിലെത്തിയിട്ട് ക്ലിഫ് ഹൗസിലെ സ്വിമ്മിങ് പൂള് 40 ലക്ഷമാണ് ചിലവാക്കിയത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇപ്പം സ്വിമ്മിങ് പൂള് വേണ്ട, ഹൈഡ്രോളിക് ലിഫ്റ്റ് വേണ്ട, നമ്മളെ നവകേരള ബസ് വേണ്ട, മതിൽ പൊളിക്കണ്ട. ഇപ്പം പടി കയറുന്നു, സ്റ്റെപ്പ് ഇറങ്ങുന്നു, സ്റ്റെപ്പ് കയറുന്നു, ഓവർ ബ്രിഡ്ജ് കയറുന്നു, ഇറങ്ങുന്നു, നടക്കുന്നു, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ആ വേദന സഖാക്കളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ, വിഷയത്തിലേക്ക് വരാം. അപ്പോൾ വ്യാഴാഴ്ചയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ടതും വാർത്താ സമ്മേളനം നടത്തിയതും. അന്നായിരുന്നു ക്യാബിനറ്റ് മീറ്റിംഗും ഉണ്ടായത്. അത് കഴിഞ്ഞ് ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിൽ, പ്രത്യേകിച്ച് മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വലിയ രീതിയിൽ കണ്ടന്റുകൾ റിമൂവ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനങ്ങനെ ആർക്കും നിർദ്ദേശം നൽകിയിട്ടൊന്നുമില്ല, ഇനി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുത്താൽ ആ പരാതിക്കൊപ്പം സർക്കാർ നിൽക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഈ മറുപടി എന്ത് ചെയ്തു? ന്യൂസ് മലയാളം എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ചാനൽ 13-ാം തീയതി, ഓഗസ്റ്റ് 13-ാം തീയതി, അതായത് മെനിഞ്ഞാന്ന് പോസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ വാർത്താ സമ്മേളനം നടത്തിയ അന്ന് അവർ പോസ്റ്റ് ചെയ്തു. അവരുടെ പോസ്റ്റ് എന്തായി? ഇതുപോലെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പരാതി നൽകിയാൽ സർക്കാർ നിങ്ങൾക്കൊപ്പം നിൽക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു വാർത്ത, അതിൻ്റെ ഒരു കാർഡ്, ആ കാർഡ് ന്യൂസ് മലയാളം അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ അവർ പോസ്റ്റ് ചെയ്ത ആ കാർഡ് അടക്കം എന്തായിട്ടുണ്ട്? മെറ്റ പിൻവലിച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം, ആ കാർഡടക്കം മെറ്റ പിൻവലിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, അപ്പം അങ്ങനെ മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകി, ആ മുഖ്യമന്ത്രി അതിന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകിയ ആ കാർഡ് പിൻവലിക്കാൻ സതീശൻ പറഞ്ഞോ? ഇനി ഇത് മാത്രമല്ല, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പും ഇതുപോലെ മെറ്റ നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി
ഇന്ന ഇന്ന അക്കൗണ്ടുകളിൽ നിന്ന് ഇന്ന ഇന്ന പോസ്റ്റുകൾ റിമൂവ് ചെയ്യണമെന്ന് ഈ മെറ്റയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് ഓഗസ്റ്റ് 11 ഇതുപോലെ ഒരു പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു, മുഖ്യമന്ത്രിയുടെ പോസ്റ്റും റിമൂവ് ചെയ്യുമോ? ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ വിദ്യാർത്ഥി പ്രക്ഷോഭമുണ്ടായപ്പോൾ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി രാത്രികളിൽ റീലുകളുമായിട്ടെത്തി. നരേന്ദ്രമോദിയുടെ വീഡിയോയും മെറ്റ ഡിലീറ്റ് ചെയ്തു, മെറ്റ നീക്കം ചെയ്തു. പിന്നീട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട് വീണ്ടും അത് തിരിച്ചെത്തിക്കുകയും ചെയ്തു. അതൊരു മറ്റൊരു കാര്യം. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നിടത്ത് ഈ സഖാക്കൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ സഖാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടിട്ടാണ് ഇതൊക്കെ നീക്കം ചെയ്യുന്നത് എന്നാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണ് ഇതൊക്കെ നീക്കം ചെയ്യുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുറിപ്പും എങ്ങനെയാണ് നീക്കം ചെയ്യപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് തനിക്കെതിരെയുള്ള കാർഡുകളൊക്കെ നീക്കം ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ അനുകൂലമായിട്ട് ഇട്ട കാർഡുകൾ നീക്കം ചെയ്യുന്നു. മുഖ്യമന്ത്രി തന്നെ പോസ്റ്റ് ചെയ്ത, അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്ത ആ കാർഡുകളും നീക്കം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണെങ്കിലും ഈ പറയുന്ന സഖാക്കളാണെങ്കിലും സഖാക്കളുടെ PR ടീമായിരുന്ന റിപ്പോർട്ടർ TV ആണെങ്കിലും വെറുതെ ബഹളം വെക്കുന്നതല്ല. ബഹളം കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കാരണം ഈ പറയുന്ന റിപ്പോർട്ടർ TVയും സഖാക്കളും രണ്ടുപേരും ഒക്കച്ചങ്ങായിമാരായിരുന്നല്ലോ. ഈ ഒക്കച്ചങ്ങായിമാർ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കേരളത്തിൽ എന്ത് ചെയ്തു? കള്ളപ്പണം വെളുപ്പിച്ചു. പിണറായി വിജയനോട് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ പറയുന്നു, എനിക്കൊന്നും അറിയില്ല, എനിക്കൊരു കത്തും വന്നിട്ടില്ല. പിണറായി വിജയൻ പറയുന്നു. എന്നാൽ ഈ ഒക്കച്ചങ്ങായി പറയുന്നത് എന്താ? ഇല്ല, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അടക്കം കത്ത് പോയിട്ടുണ്ട് എന്ന് ഒക്കച്ചങ്ങായി പറയുന്നു. പിണറായി വിജയൻ പറയുന്നു എനിക്ക് വന്നിട്ടില്ല. ഇനി ധനകാര്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ GST അടക്കാത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, അത് ഉദ്യോഗസ്ഥർ അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ്. എൻ്റെ കയ്യിൽ നമ്മളതൊന്നും കൊണ്ടു നടക്കലില്ലല്ലോ എന്നാണ് ആര് പറയുന്നത്? ധനകാര്യമന്ത്രി പറയുന്നത്. ഇനി അന്നത്തെ കായിക മന്ത്രിയോട് ചോദിച്ചാലോ, കായിക മന്ത്രി പറയുന്നത് സർക്കാരിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്തിട്ടാണല്ലോ കായിക മന്ത്രി സ്പെയിനിൽ പോയത്. അതുപടിയും എനിക്കൊരു സംശയം, അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ സ്പെയിനിൽ പോയി, അതിൻ്റെ കുട്ടൻസും എനിക്ക് മനസ്സിലാവുന്നില്ല. സ്പെയിനിൽ പോയത് സ്പെയിനിനെ കൊണ്ടുവരാനാണെങ്കിൽ ഓക്കെ, അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ സ്പെയിനിൽ പോയത് എന്തിനാണ്? ഇനി അത് എന്തിനോ ആവട്ടെ, ഇനി അതിനെന്തെങ്കിലും ഇനിയിപ്പോൾ അന്ന് അർജന്റീന ടീം അവിടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ അവരെ ഒഫീഷ്യലുകൾ അവിടെ ഉണ്ടെന്നോ എന്ത് ന്യായീകരണം പറഞ്ഞാലും കുഴപ്പമില്ല. പോയത് സർക്കാർ ഖജനാവിൽ നിന്നാണല്ലോ, പണമെടുത്തിട്ടാണല്ലോ. ഇനി ഇവിടെ അതൊന്നല്ല പ്രശ്നം. ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നം ഈ പറയുന്ന അർജന്റീന ടീമിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടുന്നതിന് മുമ്പ് എങ്ങനെയാണ് മെസ്സി വരുമെന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കേരളത്തിലെ പക്കാ തട്ടിപ്പ് വീരൻ, ഈ തട്ടിപ്പ് വീരനെ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത പക്ക ക്രിമിനലിനെ ഇത്തരം ഒരു കാര്യം ഏൽപ്പിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതും ഒരു ഈ പറയുന്ന ടെൻഡർ പോലും വിളിക്കാതെ ഒരു ഏകപക്ഷീയമായിട്ട് ഈ കരാറ് ഈ ക്രിമിനലിന് എഴുതി നൽകിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഇതിനൊന്നും മറുപടികളില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം. ഇനി അടുത്ത കാര്യം, ഈ പറയുന്ന ഗവൺമെൻറ്റിന് കേരളത്തിൻ്റെ പോലീസ് പറയുന്നു നിർദ്ദേശം, ഒരു റിപ്പോർട്ട് കൊടുക്കുക. എന്ത്? ഇവൻ ഭൂലോക ഫ്രോഡാണ്, ഇവൻ ക്രിമിനലാണ്, ഇവൻ തട്ടിപ്പ് വീരനാണ്, ഇവനെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് ഗവൺമെൻറ്റിന് കേരളത്തിലെ നിയമപാലകർ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ട് പോലും അവഗണിച്ചുകൊണ്ടാണ് നീയൊക്കെ ആരടാ ആ റിപ്പോർട്ട് തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടാണ് ഈ ക്രിമിനലിനെ പിടിച്ച് സ്പോൺസറാക്കിയതും ഈ പറയുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയതും. അപ്പോൾ ഇതിന് പിന്നിൽ ഒരൊറ്റ കാര്യമുള്ളൂ, മെസ്സിയെ കൊണ്ടുവരില്ലെന്നായിരുന്നില്ല ലക്ഷ്യം. മെസ്സിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കലായിരുന്നു ലക്ഷ്യം. അപ്പോൾ ആ വെളുപ്പിക്കലിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ നടന്നിരിക്കുന്ന തിരിമറികൾ മനസ്സിലായില്ലേ? ഓരോ ഘട്ടങ്ങളിൽ നടന്നിരിക്കുന്ന തിരിമറികൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിൽ പ്രതികളാകുന്നത് ആരൊക്കെയാ?
ഒന്ന് ഈ കാട്ടുകള്ളൻ ആൻഡോ വീരപ്പനും അവൻ്റെ സഹോദരങ്ങൾ ജ്യേഷ്ഠ അനുജന്മാർ അല്ലേ, അവരാണ് ഇതിൽ ഒന്നാമത് പ്രതി. രണ്ടാമത്തത് ഒന്നാമതെന്നില്ല, ഒക്കച്ചങ്ങായിമാരാണ്. ഈ ഒക്കച്ചങ്ങായി ആരാണ്? പിന്നൊന്ന് പിണറായി വിജയൻ ഗവൺമെൻറ്റാ, അതായത് ഈ പറയുന്ന സഖാക്കളാണ്. അപ്പം ഈ സഖാക്കളും ഈ PR ടീമും ഇവർ രണ്ടുപേരും ഒക്കച്ചങ്ങായിമാരാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൽ കള്ളപ്പണം വെളുപ്പിക്കലുണ്ട്, കള്ളക്കടത്തുണ്ട്, മരം കൊള്ളയുണ്ട്, പിന്നെ PR വർക്കുണ്ട്, രാഷ്ട്രീയ വേട്ടയുണ്ട്, രാഹുൽ മാങ്കൂട്ടം വേട്ടയുണ്ട്, UDFനെതിരെയുള്ള വലിയ PR അജണ്ടകളുണ്ട്. ഇതൊക്കെയുണ്ട് ഈ പാലത്തിലൂടെ. കുറേ പിണറായി വിജയൻ ചെയ്യുന്നത്, കുറേ ഒക്കച്ചങ്ങായി ചെയ്യുന്നത്, കുറേ പിണറായി വിജയൻ ചെയ്യുന്നത്. അപ്പം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു. ഇപ്പം ഈ കേസിൽ ഇവർ രണ്ടുപേരും പ്രതിസ്ഥാനത്താണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും പ്രതിസ്ഥാനത്താകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ കഴിയില്ല. പിണറായി വിജയനോട് ചോദിച്ചാൽ എനിക്കറിയില്ല, ധനകാര്യമന്ത്രിയായിരുന്ന ബാലഗോപാലിനോട് ചോദിച്ചാൽ എനിക്കറിയില്ല, കായിക മന്ത്രിയോട് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ആർക്കും അറിയില്ല, ആർക്കും ഒന്നും അറിയില്ല. എന്നാലോ കള്ളപ്പണം വേണ്ട രീതിയിൽ വെളുപ്പിച്ചിട്ടുമുണ്ട്, ഉറപ്പാണല്ലോ. അപ്പോൾ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല. അവിടെയാണ് ഇപ്പോൾ ഈ പറയുന്ന മെറ്റയുടെ വാലും തൂങ്ങി വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് അവിടെയുള്ള സംശയം, മെറ്റ ഇനിയിപ്പോൾ സതീശൻ പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന സതീശൻ്റെ അക്കൗണ്ടിൽ നിന്നടക്കം ഇങ്ങനെ നീക്കം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? സതീശനെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ പോലും മാധ്യമങ്ങളുടെ തന്നെ വാർത്തകളും നീക്കം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സതീശൻ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു ബൈറ്റ്, ആ ബൈറ്റുമായി ഇറങ്ങിയ ഒരു കാർഡ് അതടക്കം നീക്കം ചെയ്യുന്നു. 11-ാം തീയതി മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന ഔദ്യോഗിക ഒഫീഷ്യൽ ഹാൻഡിൽ നിന്നുള്ള പോസ്റ്റ് അത് നീക്കം ചെയ്യുന്നു. അപ്പം ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇനി ഇത് മാത്രമല്ലല്ലോ, ഇപ്പം ഈ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെയുള്ള വാർത്തകൾ മാത്രമാണോ നീക്കം ചെയ്യപ്പെട്ടത്? അല്ല, പല വാർത്തകളും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അടക്കം പോസ്റ്റുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സഖാക്കൾ പറയുന്ന ലോജിക്ക് എന്താണെന്നുള്ളത് ഒരർത്ഥത്തിലും അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്താണെങ്കിലും സഖാക്കൾ വീണ്ടും 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 നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഏതുപോലെ വീണ ജോർജ് പെടലി ഉളുക്കിന്ന് നുണ പറഞ്ഞതുപോലെ, ഒരു 1/2 മീറ്റർ കറുത്ത തുണി കൊണ്ട് തൻ്റെ പെടലി ഉളുക്കി, താൻ ചാവാനായി, ചത്തുപോയേനെ, ഷംസീറിനെ കണ്ടില്ലെങ്കിൽ താൻ തീർന്നേനെ എന്നൊക്കെ പറഞ്ഞതുപോലെ പച്ച നുണകൾ വീണ്ടും 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 സഖാക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് സഖാക്കളുടെ അവസ്ഥ. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കുറിപ്പിൻ്റെ പിന്നിൽ സഖാക്കൾ അതും പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്യം അതല്ല. ഇവിടെ ഈ പറയുന്ന ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ നോക്ക്. ഇവർ തങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ആദ്യം പരാതി പറയുന്ന ആരോടാ? മെറ്റയോട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനോട് അപ്പീൽ ചെയ്യും, അല്ലേ? അപ്പോൾ അതുപോലും ഈ പറയുന്ന ചാനലോ അല്ലെങ്കിൽ സഖാക്കളോ ക്രിമികീടങ്ങളോ ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ മുഖ്യമന്ത്രി ഈ പറയുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ റിമൂവ് ചെയ്യപ്പെട്ട കണ്ടന്റിന് വേണ്ടി മുഖ്യമന്ത്രി വാളെടുത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇനി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മനോരമ ന്യൂസിൽ വി.ഡി. സതീശൻ നൽകിയ അഭിമുഖത്തിൽ ആ കണ്ടന്റും നീക്കം ചെയ്തിട്ടുണ്ട്. അന്ന് പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രി, ഓർക്കണം നിങ്ങൾ. ഇനി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDFൻ്റെ പ്രവർത്തകരുടെ ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. അന്ന് പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ അന്നൊന്നുമില്ലാത്ത കരച്ചിലുകൾ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, മെസ്സിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പിണറായി വിജയനാണ്, ധനകാര്യമന്ത്രിയായിരുന്ന ബാലഗോപാലനാണ്, വി അന്തർമാനാണ്, പിന്നെ കാട്ടുകള്ളൻ വീരപ്പനും ആൻഡോയും അവൻ്റെ സഹോദരങ്ങളുമാണ് പ്രതിസ്ഥാനത്ത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മറികടക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഇപ്പം ഈ സഖാക്കൾ ക്രിമികീടങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്.